Good afternoon, everyone. Good afternoon, madam. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, how are you all? Have you had your lunch? Yes, ma'am. Yes. Yes, ma'am. Okay, active ആണ് ആണോ? Yes. 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 Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പ്രപ്പോസിഷൻ ആയിരുന്നു അല്ലെ? ഏതൊക്കെ പ്രപ്പോസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു? Doing during since. ഏതാണ്? ഇന്നും ഓണും ഏതൊക്കെ നമ്മള് അതിക്ക് മുന്നേ ഏതൊക്കെ ഇപ്പോ നിലവിൽ ഏതൊക്കെ പ്രപ്പോസിഷൻ വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്? ഇന്ന് ഓൺ അറ്റ് ഡ്യൂറിങ് സിൻസ്. ഇൻ ഓൺ ആൻഡ് ഡ്യൂറിങ് സിൻസ്. ഇത്രേ ഉള്ളോ? Yes. ആണോ? കറക്റ്റ് ആണോ? Yes. അത് Okay. In or at, since, during. Okay. Yeah. ഇനിയിപ്പോ അടുത്ത പ്രപ്പോസിഷൻ ഏതാ? ഫോർ. ഫോർ ഏതാട്ടോ? ഫോർ. ഫോർ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് നമ്മുടെ. ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ ടൈം ആണ്. അതായത് ഇപ്പോ അതിപ്പോ എന്തുവാ? ഡ്യൂറേഷൻ ഓഫ് ടൈം ആകാം, ഇയർ ആകാം, എന്തുവാ? ഓക്കെ, അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം അല്ലെ? ഞാൻ 3 മണിക്കൂർ ഞാൻ 3 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ നമുക്കിവിടെ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ? സോ നമുക്കിവിടെ എന്താണ് 3 മണിക്കൂറായിട്ട് എന്ന് കാണിക്കണം. അതായത് ആ ഒരു ഡ്യൂറേഷൻ, ആ ടൈം ഡ്യൂറേഷൻ കാണിക്കണം. എത്ര ടൈം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കണമെങ്കിൽ ഡ്യൂറേഷൻ കാണിക്കണം അല്ലെ? അപ്പോ 3 മണിക്കൂറായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours എന്ന് പറയണം. ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത പ്രപ്പോസിഷൻ ഏതാണ്? ഫോർ ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ചെയ്ത ഡ്യൂറേഷൻ ഓഫ് ടൈം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഒരു ടൈം പീരീഡ്. ഡ്യൂറിങ്ങും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഡ്യൂറിങ് എന്ന് പറയുമ്പോൾ ചില പീരീഡ് ആണ്. ആ പീരീഡിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്യൂറിങ്. പക്ഷെ ഇവിടെ നമ്മൾ എത്ര ടൈം ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണ്ടേ? അതിപ്പോ ഇത്ര വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു എന്താണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കണം. ഇത്ര വർഷം എന്ന് പറയുമ്പോൾ ഒരു 10 വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ടീച്ചർ ഫീൽഡിൽ ഞാൻ ഒരു 3 വർഷമായിട്ട് ഞാൻ ആ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? ആയിട്ട് അല്ലെ? ഇനിയിപ്പോ മുതൽ എന്നാണെങ്കിൽ നമ്മളോട് കറക്റ്റ് നമ്മൾ മുതൽ എന്ന് പറയുന്ന വാക്ക് അവിടെ യൂസ് ചെയ്യും മലയാളത്തിൽ അല്ലെ? ഞാൻ 2015 മുതൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും ഞാനൊരു 3 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ശരിയല്ലേ? അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് ഫോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അല്ലാതെ ഫോർ വേറൊരു മീനിങ് കൂടെ ഉണ്ട്. ഇപ്പോ ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞാൽ എന്തായാലും മീനിങ്? ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി. അപ്പൊ നിനക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാണോ? അപ്പൊ വേണ്ടി എന്നൊരു മീനിങ്ങും കൂടെ ഈ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വരുന്നുണ്ട്. ഓക്കെ, ഫോർ വേണ്ടി എന്നും പറയാം, അല്ലെങ്കിൽ ആയിട്ട് എന്നും പറയാം. ആ രണ്ട് മീനിങ് ആണ് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷന് ഉള്ളത്. ഇപ്പോ ഐ വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ബസ് എന്ന് പറഞ്ഞ് ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ വേണ്ടി എന്നൊരു മീനിങ്ങും കൂടെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് മീനിങ് ആണ് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉള്ളത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ. ഓക്കെ, അപ്പോ 2 പോയിന്റേ ഉള്ളൂ. ഡ്യൂറേഷൻ ഓഫ് ടൈം ആൻഡ് ഫോർ യു എന്നൊരു ഫോർ എനിത്തിങ്.
ഓക്കെ, ആ ഒരു 2 പോയിന്റ് എന്ന് പറയുന്ന പൊസിഷൻ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും എഴുതാൻ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours. I have been studying for 3 hours എഴുതാം. I have been studying for 3 hours. I have been studying for 3 hours. Then sure, he has lived in London for 3 months. He has lived in London for 3 months. So 3 months. ഇനി ഇത് പറയാം, I bought a gift for you എന്ന് പറയാൻ വേണ്ടിയില്ല. I bought a gift for you. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എക്സാം ഗിഫ്റ്റിന്റെ സ്പെല്ലിംഗ് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അയക്കുന്നതിലെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പ്ലീസ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാം കൂടി എഴുതാം. She'll be in office for 2 hours. She'll be in office for 2 hours. Okay. Yeah, ഇത്ര എക്സാമ്പിൾസ് ആണ് ഉള്ളത്. ബാക്കി എല്ലാവരും എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓക്കെ, എക്സാംസ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും. ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ എടുക്കുന്ന എല്ലാ പ്രപ്പോസിഷനും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പ്രപ്പോസിഷന്റെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? റെസ്പോണ്ട് ഇല്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു കേട്ടില്ല. She bought a gift for her friends. Okay, next പെട്ടെന്ന് എക്സാമ്പിൾസ് എല്ലാം പറയട്ടെ. എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ. She's tall for her age. A challenge for him. She prepared for the exam. Vida is waiting for me. Okay. I challenge for him. എന്താ ഉദ്ദേശിച്ചത്? അവനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്നാണോ? ഞാൻ അവനെ ചലഞ്ച് ചെയ്യുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? വേണ്ടിയാണ് ചിന്തിക്കുന്നത് എന്നാണ്. I live for you എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി for you. Okay, ചലഞ്ച് ചെയ്യുന്നു എന്നല്ല, ഞാൻ നിനക്ക് വേണ്ടി, ഞാൻ അവന് വേണ്ടി വെല്ലുവിളിക്കുന്നു എന്നൊരു മീനിങ്ങിലാണ്. അപ്പൊ I challenge for him എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അവന് വേണ്ടി എന്നാണ്. I'm waiting for my online class. Okay, are you waiting for me? Okay. എന്തോ അതെറ്റാണോ പറഞ്ഞത്? ഏതാണ് ചലഞ്ച് ഫോർ ഹിം എന്ന് പറയുന്നത്? I challenge for him എന്ന് പറയുന്നതേ ഇപ്പോ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു എന്നൊരു മീനിങ് അവിടെ വരുന്നില്ല. I challenge for him, ഞാൻ അവന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നു എന്നൊരു മീനിങ് വരും. അവന് വേണ്ടി for him അല്ലേ, അവന് വേണ്ടി ഞാൻ ചലഞ്ച് ചെയ്യുന്നു.
ഞാൻ വെല്ലുവിളിക്കുന്നു എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, I have been singing for hour, 1 hour. Okay, for an hour. നമുക്ക് 1 hour എന്നുള്ളത് 1 അവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. an hour എന്നിട്ടാൽ കറക്റ്റ് 1 hour തന്നെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, I have been singing for an hour. 1 hour ഇട്ടുന്നത് കൊണ്ട് മിസ്റ്റേക്ക് ഇല്ല കേട്ടോ. പക്ഷെ an hour എന്നൊക്കെ എടുക്കില്ല നിങ്ങള്. I have been singing for an hour എന്നൊക്കെ എടുക്കില്ലേ, അത് 1 hour ആണ് മിസ്റ്റേക്ക്. My friend searching for me. Yeah. കഴിഞ്ഞോ? ഇത്രയുള്ള എക്സാമ്പിള്. നിങ്ങൾ ആരും വേറൊന്നും ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ഒന്നും ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെയും എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാലോ അല്ലെ? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഇംഗ്ലീഷ് ക്ലാസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്കൊരു കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ആഹാ എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ പറയാൻ ആർക്കും തോന്നിയില്ല. അപ്പൊ ആർക്കും ഇംഗ്ലീഷിനോട് താല്പര്യമില്ല ആണോ? ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ വെറുതെ പറയുന്ന ആളുടെ പറ്റി. ഓക്കെ, സീരിയസ് ആയിട്ട് നിൽക്കരുതേ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും സീരിയസ് ആണ്. ഞാൻ അറിയാൻ പാടുണ്ടോ? നിങ്ങൾ എല്ലാവരും സീരിയസ് ആണ്. English just for mental English. I have been studying for my bed. Oh, sorry. I was sleeping for my bed. ഞാൻ ബെഡിന് വേണ്ടി സ്ലീപ്പ് ചെയ്യാണെന്നോ? അങ്ങനെയാണോ? I have been sleeping for my bed. എന്റെ ബെഡിന് വേണ്ടി ഞാൻ സ്ലീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്താണ് ഉദ്ദേശിച്ചത്? എവിടെയോ ഷൈന, I have been sleeping for my bed. അറിയില്ല, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ എല്ലാവരും സീരിയസ് ആണോ? All of you are serious ആണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സീരിയസ് ആണെന്നാണ് ഉദ്ദേശിച്ചത്? യെസ്, സീരിയസ് ആണ്. ആണോ? ഞാൻ ചോദിച്ചിരുന്നേ ആർ യു സീരിയസ്? യെസ് ഓർ നോ? നിങ്ങൾ എല്ലാവരും സീരിയസ് ആണോ? യെസ്, സീരിയസ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് മാത്രം ആവശ്യമുള്ളൂ അല്ലെ? വേറെ ഇന്ററാക്ഷന്റെ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ ക്ലാസ് മാത്രം എടുക്കാം. വേറെ ടോപ്പ് ഒന്നും വേണ്ട. ഓൺലി ഇംഗ്ലീഷ് ക്ലാസ്. വേറെ ഒന്നും നമുക്ക് സംസാരിക്കണ്ട. ക്ലാസ്സിലേക്ക് മാത്രം പോവാം. ആണോ? അങ്ങനെ മതിയോ? നിങ്ങൾ എന്താ ഒന്നും വേണ്ടാത്തേ? Interactions are to be needed. Okay. Interaction എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇന്ററാക്ട് ചെയ്ത കാര്യമുണ്ടോ? അതിന്റെ പേര് ഇന്ററാക്ഷൻ എന്നല്ല. ഓക്കെ, ഞാൻ ഒരാളിന് പറയാം, ബാക്കി ആരും റെസ്പോൺസും ഇല്ല. ക്ലാസ് എടുക്കുമ്പോ ഒക്കെ ഇങ്ങനെ സൈലൻസ് നല്ലതാണ്. പക്ഷെ ഇത് ചോദിക്കുമ്പോ റിപ്ലൈ തരണ്ടേ? അതാണ് ഇന്ററാക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത്. നല്ല രസമായിട്ട് പോകും. നിങ്ങൾക്ക് അറിയാത്തില്ല. അപ്പൊ എന്റെ അവസ്ഥ ആലോചിക്കുക നിങ്ങള്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓക്കെ ആണോ മനസ്സിലാകുന്ന ആരും വേണ്ടില്ല. അപ്പൊ ശരിക്കും ബോറടിക്കുന്ന ആർക്കാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ശരിക്കും ബോറടിക്കുന്ന ആർക്കാണ്? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് ബോറടിക്കുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. Thank you for the compliment. The camera കുറച്ച് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. I think. Okay.
ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു കേട്ടല്ലോ, നിങ്ങൾ സംസാരിക്കാൻ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ് പോകും. ഓക്കെ, ഇല്ല നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യം നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ കുറച്ച് സംസാരിക്കാത്ത സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ എത്ര പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കൊന്നുമില്ലല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഒന്നും ടോപ്പിക് ഒന്നും ഞാൻ പറഞ്ഞില്ല, ഒരു ഇന്ററാക്ഷനും ഉണ്ടാവില്ല, ഒന്നും ഞാൻ വിടില്ല. വെറുതെ ക്ലാസ് എടുക്കാൻ പോകാം. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ ക്ലാസ് മാത്രമേ എടുക്കുള്ളൂ. എന്നാൽ ലാസ്റ്റ് നിങ്ങൾ പറയുന്നുണ്ട് മിസ്സേ ബോറടിക്കുന്നു, മിസ്സേ ഇംഗ്ലീഷ് എടുത്ത് ബോറടിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ വർത്താനം പറയുന്നതിന്റെയും ഫുൾ ടൈം ക്ലാസ് എടുക്കുന്നതിന്റെയും വ്യത്യാസം. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെയല്ല, അതിനെ കുറച്ച് സീരിയസ് ആവും. Don't be serious, ma'am. എന്തോ അങ്ങനെ അത്ര സീരിയസ് ആവില്ല, ക്ലാസ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്നോട് മിണ്ടണ്ടേ? ഇത് ഞാൻ മാത്രം ബുദ്ധിമുട്ടില്ല, ഇങ്ങോട്ടും പറയണം. കലഹാവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എല്ലാരും കൂടി എങ്ങനെയൊന്നുമില്ലാന്നേ, അതല്ല ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം എല്ലാവരും ഫ്രണ്ട്ലി ആവാൻ നോക്കുക. ക്ലാസ് നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പൊ എന്നോട് എന്തെങ്കിലും സംസാരിക്കൂ, എന്തെങ്കിലും പറയാലോ. പോവാ, ടോപ്പിക്കിലേക്ക് പോവാ. നമുക്ക് അടുത്ത പ്രൊപ്പോസിഷൻ ഏതാ? ബൈ. ഓക്കെ, ബൈ. നമ്മളിതാ മ്യൂട്ട് ചെയ്യണോ? മറക്കരുത്. അടുത്ത പ്രൊപ്പോസിഷൻ ബൈ നമ്മൾ യൂസ് ചെയ്യുന്നത്, ബൈ യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? ഫസ്റ്റ് നിങ്ങൾ പോയിന്റ് എഴുതും കേട്ടോ, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രാവൽ, communication, first point travel, then communication, and third one method of payment, third one the method of payment, and the last one is time. Bracket last date എഴുതി വെക്കുക കേട്ടോ, ബ്രാക്കറ്റിൽ ലാസ്റ്റ് ഡേറ്റ്. ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആൻഡ് ടൈം. ഓക്കെ, ഇത്രയും പേജിലാണ് നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ത്രൂ ആണ്. നമ്മളിപ്പോ എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്യുന്നത്, എന്ത് ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് ത്രൂ ആണ് നമ്മൾ പേയ്മെന്റ് പേ ചെയ്യുന്നത്. അപ്പോ ആ ഒരു രീതിയിലാണ് നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഇപ്പൊ ട്രാവൽ ആണെങ്കിൽ ബൈ ടാക്സി എന്ന് പറഞ്ഞാൽ അവർ ടാക്സിയിലാണ് വന്നത്, ട്രാവൽ ചെയ്ത് വന്നത് ടാക്സിയിലാണ് എന്നൊരു മീനിങ്ങിലാണ്. അല്ലാതെ അവരിപ്പോ ടാക്സിയിലാണ് എന്ന് പറയുമ്പോ എന്താണ്, ടാക്സി അല്ലെങ്കിൽ കാറിലാണ് എന്ന് പറയുമ്പോ ദേ ആർ ഇൻ ദി കാർ എന്ന് പറയും. പക്ഷെ അവർ വന്നത് കാറിലാണ് എന്ന് പറയണമെങ്കിൽ they came here by car എന്ന് പറയാം, they came here by ബസ് പറയാം. അവിടെ വെഹിക്കിൾ ഏതാണെങ്കിൽ നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ അവർ പോയത് ബസ്സിലാണ്, they went by bus എന്ന് പറയാം. they went their home by bus എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിൽ പോയത് ബസ്സിലാണ്. ഇനി I will go by bus, I will go there by bus, ഞാൻ അവിടെ പോകുന്നത് ബസ്സിലാണ്, ബസ്സിലായിരിക്കും, ബസ്സിലായിരിക്കും എന്നാണ്, ഫ്യൂച്ചർ അല്ല. I will go there by train പറയാം, train. ഓക്കെ, അപ്പോ എന്ത് ത്രൂ ആണ് നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നത്, അത് ഏത് വെഹിക്കിൾ ആയിക്കോട്ടെ, അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ബൈ ആണ്. ഓക്കെ, ഇപ്പോ ഞാൻ ബസ്സിലാണ്, ഞാൻ കാറിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഐ ആം ഇൻ ദ കാർ or I am on the bus എന്നാണ്. ഓക്കെ, നമ്മൾ പറയില്ല എടാ ഞാനിപ്പോ ബസ്സിലാടാ എന്ന് പറയില്ലേ. അപ്പൊ എന്താണ് I'm on the bus എന്ന് പറയണം. അപ്പൊ നീ ആളവരുടെ വീട്ടിലെത്തി, അപ്പൊ നീ അവർ ചോദിക്കാൻ നീ എങ്ങനെയാ വന്നത്, ഞാൻ ബസ്സിലാണ് വന്നത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പറയേണ്ട എന്താണ്,
I came here by bus എന്ന് പറയണം. അപ്പൊ മനസ്സിലായോ? ബൈയും ഓണും ഇന്നും തമ്മിലുള്ള ഈ വെഹിക്കിളിന്റെ കാര്യത്തിലുള്ള മനസ്സിലായോ? എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനും സെയിം തന്നെയാണ്. എന്ത് ത്രൂ ആണ്? നമുക്ക് ഒരുപാട് വേസ് ഉണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പൊ മെയിൽ ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കോൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് നമുക്ക് ഫോൺ കോൾ എന്ന് ഉദ്ദേശിക്കാം. ഫോൺ കോൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബൈ മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്ക് പോസ്റ്റ് വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോ ഇപ്പൊ ഞാൻ പറയാം, ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ ത്രൂ ആണ് അവരോട് സംസാരിച്ചത്. അല്ലെങ്കിൽ ഐ സ്പോക്ക് ടു ഹർ ബൈ മെയിൽ എന്ന് പറഞ്ഞാൽ മെയിൽ ത്രൂ ആണ് ഞാൻ അവരോട് സംസാരിച്ചത്. അങ്ങനെ പറയണം. അപ്പൊ എന്ത് ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോ അവിടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ആണ് ബൈ. അതുപോലെ തന്നെയാണ് മെത്തേഡ് ഓഫ് പേയ്മെന്റ്. നമുക്ക് പല രീതിയിലും പേയ്മെന്റ് പേ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇപ്പോ ബൈ ക്യാഷ് ആയിട്ട് ചെയ്യാം, ബൈ ചെക്ക് ആയിട്ട് ചെയ്യാം, ബൈ കാർഡ് ആയിട്ട് ചെയ്യാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലെ? അപ്പോ ഐ പേ ദ ബിൽ ബൈ ക്യാഷ്. ഞാൻ ക്യാഷ് ത്രൂ ആണ് ബില്ല് പേ ചെയ്യുന്നത്. ഐ പേ ദ ബിൽ ബൈ ക്യാഷ്. ഐ പേ ദ ബിൽ ബൈ ചെക്ക്. അല്ലെങ്കിൽ ഐ പേ ദ ബിൽ ബൈ കാർഡ് വഴി. ഓക്കെ, എന്ത് ത്രൂ ആണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്ന അത് കറക്റ്റ് ത്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് ബൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ. ലാസ്റ്റ് ആണെങ്കിലും അതിനുശേഷം എന്നോട് ഞാൻ പറഞ്ഞുതരാം. ടൈം ആണ്. ടൈമില് അതായത് നമുക്ക് എന്തിനും ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ അയക്കാനാണെങ്കിലും ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനാണെങ്കിലും അല്ലെ, എന്തിനാണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാലോ, നാളെയോടുകൂടി അഡ്മിഷൻ ക്ലോസ് ആകും എന്ന് പറയും. നാളെയോടുകൂടി അഡ്മിഷൻ ക്ലോസ് ആകും അല്ലെ? അഡ്മിഷൻ ക്ലോസ്ഡ് ബൈ ടുമോറോ. നാളെയോടുകൂടി. അത് നാളെ ആകാം, ഇനി ടൈം ആകാം. 11 മണിയോടുകൂടി എന്നൊക്കെ പറയും അല്ലെ? 11 മണിയോടുകൂടി ബുക്കിംഗ് ക്ലോസ് ആവട്ടോ എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ ഒരു ലാസ്റ്റ് ടൈം ആണ്, ലാസ്റ്റ് ഡേറ്റ് ആണ്, ലാസ്റ്റ് ടൈം ആണ് എന്നൊക്കെ പറയും. അപ്പൊ മലയാളം മീനിങ് വരുന്നത് നാളെയോടുകൂടി അല്ലെങ്കിൽ 11 മണിയോടുകൂടി എന്നൊക്കെ മീനിങ് വരും. അപ്പോ ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ടൈമിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം ത്രൂ ആണ്. എന്ത് ത്രൂ ആണ്? ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, പേയ്മെന്റ് എന്ത് ത്രൂ ആണ് ചെയ്യുന്നത്. ആ ത്രൂവിനെ കാണിക്കാനാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. പക്ഷെ ടൈമിൽ വരുമ്പോൾ അത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് മാറും. നാളോട് കൂടി 11 മണിയോട് കൂടി എന്നൊരു വ്യത്യാസം വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ഹർ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ബൈ ഹർ. ദിസ് സ്റ്റോറി റിട്ടൺ ബൈ അപ്പോ ഷേക്സ്പിയർ ഉണ്ട്. സ്റ്റോറി എന്ന് പറയുന്നതല്ല, റിട്ടൺ ബൈ ഷേക്സ്പിയർ അല്ലെ? വർക്ക് അത് എഴുതിയത് ഷേക്സ്പിയർ ആണ് എന്ന് പറഞ്ഞെങ്കിൽ വർക്ക് റിട്ടൺ ബൈ ഷേക്സ്പിയർ എന്ന് പറയും. ഓക്കെ, അപ്പോ എന്താണ്? ഷേക്സ്പിയറാൽ എഴുതപ്പെട്ട ഒരു വർക്കാണ് അത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് അത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഷേക്സ്പിയർ എഴുതിയതാണ് അല്ലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ബൈ പറയാം. അതായത് അവനാൽ എന്നൊരു രീതിയിൽ. ഇപ്പൊ ബൈ ഹിം ആകാം, ബൈ ഹർ ആകാം. ഒരു പേരാണെങ്കിൽ പോലും ബൈ ഷേക്സ്പിയർ അതൊരു പേരാണ്, അങ്ങനെയും പറയാം. അപ്പൊ ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് എങ്ങനെ എഴുതിയെടുത്തോ? ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ഇത് മൂന്നിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞാണ്. അത് എഴുതിയെടുത്തിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടൈമിന്റെ എക്സാമ്പിള്. പ്ലീസ് സെൻഡ് us the payment by tomorrow. Please
Send us the payment. Send us the payment by tomorrow. Tomorrow. Okay. ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. Gust will vacate their room. Gust will vacate their room by 11. നമുക്ക് 11 o'clock എന്നും പറയാം, 11 AM എന്നും പറയാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ടൈമിൽ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 11 o'clock, 12 o'clock എന്ന് പറയുന്നവർ അങ്ങനെയും പറയാൻ പറ്റും, അല്ലാതെ AM PM വെച്ച് പറയാനും പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ മിസ്റ്റേക്ക് ഒന്നും വരില്ല. 11 മണിയോട് കൂടി ജസ്റ്റ് അവരുടെ റൂം വെക്കേറ്റ് ചെയ്യും. അവിടെ റൂം ഇല്ല കേട്ടോ, റൂം മിസ്സിംഗ് ആയിപ്പോയി. ജസ്റ്റ് വെക്കേറ്റ് റൂം എന്നാണ് ഞാൻ വെച്ച് അവസാനിപ്പിച്ചു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഫോർ ആൻഡ് ബൈ ഈ രണ്ട് പ്രൊപ്പോസിഷന് ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്തൊരു പ്രൊപ്പോസിഷൻ ഏതാ? ബിറ്റ്വീൻ. ബിറ്റ്വീൻ, ബിറ്റ്വീന്റെ മീനിങ് ഇടയിൽ എന്നാണ്. ഇടയിൽ. വേറൊരു മീനിങ് ബിറ്റ്വീൻ ഇല്ല കേട്ടോ, ഇടയിൽ എന്നാണ്. Okay, so examples ഏതാ? I'm standing between the two walls. I'm standing between the two walls. I'm standing between the two walls. Okay, then between us, he is more active. Between us, he is more active. ഞങ്ങൾക്കിടയിൽ അവനാണ് കുറച്ചും കൂടെ ആക്റ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയും, ചെകുത്താനും കടലിനെ നടക്കുന്നൊക്കെ പറയാറുണ്ട്. പറഞ്ഞിട്ടുണ്ട്, പറയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? അതെങ്ങനെയാ പറയാം? ഞാൻ വേണ്ട, ചെകുത്താനും കടലിനും നടുക്ക് ഇടയിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാ പറയാറ്? എങ്ങനെയാ പറയാ? ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് സീ. ചെകുത്താനും കടലിനും നടക്കും അല്ലെ? ഇടയിൽ നടക്കുന്ന പറയാറ്, പക്ഷെ ഇടയിൽ നിന്ന് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദി സീ. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമ്പിൾ എടുത്തോളൂ. അടുത്തൊരു മലയാളം പറയാനില്ല. ഈ സീക്രട്ട് നമ്മൾക്കിടയിൽ മാത്രം എന്നെങ്ങനെയാ പറയുന്നത്? This is the secret between us. We keep the secret. Just keep the secret between us. Okay, just keep the secret between us. എന്ന് പറയും. നമുക്ക് ബിറ്റ്വീൻ എവിടെയും യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഇയർ ആയിക്കോട്ടെ, ഡേറ്റ് ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ. ഈ ടൈമിനുള്ളിൽ ഇപ്പൊ നമ്മുടെ മാരേജ് ഒക്കെ ആകുമ്പോ ഒരു മുഹൂർത്തം നമ്മള് 15-12 പറയില്ലേ? അപ്പോ ടൈമിൽ നമുക്ക് ബിറ്റ്വീൻ നമ്മളോട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്തിനും ഇയർ ആണെങ്കിൽ പോലും എവിടെയും നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാവുന്നതാണ്. മുഹൂർത്തത്തിന് ഇംഗ്ലീഷ് ഉണ്ടോ? എന്തോ 12 o'clock എന്ന് പറഞ്ഞാലും പോരെ മുഹൂർത്തത്തിന്? പിന്നെന്താ ചോദിച്ചേ? 2-3 പേര് പറഞ്ഞു, ഒരാളുടെ കേട്ടുള്ളൂ.
എന്താണ് ഡൗട്ട്? എന്താ ചോദിച്ചേ? മുഹൂർത്തത്തിന് ഇംഗ്ലീഷ് വാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചതാ. മുഹൂർത്തത്തിന്റെ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ചോദിച്ചാല് ഞാനും നിങ്ങളെ പോലെ തന്നെയല്ലേ, ഞാനും കിടക്കുന്ന പെടും. ഇല്ല. മുഹൂർത്തം തന്നെയല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വാക്ക് അതിലുണ്ടോ? അല്ലേ? ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. മുഹൂർത്തം മുഹൂർത്തം തന്നെയാണ്. അതൊക്കെ ഇംഗ്ലീഷ് വാക്ക് അറിയില്ല, ഇനി ഇംഗ്ലീഷ് വാക്കുണ്ടോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ മുഹൂർത്തം എനിക്ക് അങ്ങനെ തന്നെയാണ്. കുറെ ലെറ്റേഴ്സ് ഇപ്പോ മലയാളം മാത്രമല്ല ഇംഗ്ലീഷും വരാനില്ല. അതിനും അങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ മുഹൂർത്തം പിച്ചയും കറക്റ്റ് ആണ്, അങ്ങനെയാണ് വരാറ്. ഓക്കെ. പിന്നെ വേറെന്തോ വേറെ ആരെയും ചോദിച്ചിട്ടോ? ശ്രുതിയാണോ ചോദിച്ചത്? എന്തൊരു ഡൗട്ട് കൊണ്ട് ചോദിച്ചു. ഓക്കെ. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിയല്ല. A child develops rapidly between the ages of 13 and 16. 13-16 വയസ്സിനിടയിലാണ് കുട്ടിക്ക് പെട്ടെന്ന് ഡെവലപ്പ് ആകുന്നത്. നിലയിലാണ് വരുന്നത്. ഇപ്പോ ഒരാള് അപ്പോ നിങ്ങൾ എന്തെങ്കിലും താമസിച്ചപ്പോ ഇവിടെ അതിന് ആരെങ്കിലും അവരുടെ സബ്ജക്ട് ആരെങ്കിലും they lived in New York. ഏതെങ്കിലും ഒരു സ്ഥലമാവട്ടോ, ഞാൻ ജസ്റ്റ് ന്യൂയോർക്ക് എന്ന് പറയുന്നതേ ഉള്ളൂ. ന്യൂയോർക്ക് ബിറ്റ്വീൻ ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ, അതായത് 1998 to 2013 എന്ന് കാണിക്കാം. മനസ്സിലാവും? ഓക്കെ. ഇങ്ങനെയും ആ രണ്ട് 2 അല്ല 1998 ആൻഡ് 2013 രണ്ട് വർഷങ്ങൾക്കിടയിൽ ആണ് അവരെ ന്യൂയോർക്കിൽ താമസിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ ഈ 3 പ്രപ്പോസിഷനും ക്ലിയർ ആണ്. ഫോർ, ബൈ ആൻഡ് ബിറ്റ്വീൻ അല്ലെ? ഇത്രയും പ്രപ്പോസിഷൻസ് നമ്മൾ കവർ ചെയ്തു. വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീനിലോട്ട് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ക്രീനിലുണ്ട്, അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. അതിപ്പോ നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതുമായ പ്രപ്പോസിഷൻ വെച്ചിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആൻസർ എല്ലാവരും പറയണം. ഓക്കെ ആണല്ലോ? On the table. ഉറപ്പാണോ? Yes, ma'am. On the table. ഉറപ്പാണോ? ലോക്ക് ചെയ്യാവോ? ഉറപ്പാണോ? കറക്റ്റ് ആണ്. നെക്സ്റ്റ്, he was angry dash with me. With me. He was angry. Yeah, he was angry with me. Yeah, correct. Next, your teacher is not satisfied dash his study. From your At your study. From your study. From your study. In your study. Match ആയത് മാത്രമേ ഉള്ളൂ. In your study. In your study. In your study. In your study ആണോ? Okay. Your teacher is not satisfied with your study. നിങ്ങൾക്ക് ഈ നോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും നോട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നോട് പറയാട്ടോ, എന്നോട് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ. ഇത് യുവർ ടീച്ചർ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സ്റ്റഡി ആണ്, വിത്ത് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഹി ഷുഡ് ടേക്ക് യുവർ Of his head. Since yeah, you should take care of yourself. Of yourself ആണ്, for yourself ആണ്. 4 ആണോ? off അല്ലേ? Four അല്ലേ? Four. ഇതാണോ?
ഹാഫ് അല്ലേ? Take you off your head. Okay, sir. Off ആണ്. Confusion ഉണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ ആണ്. 4 ആണ്. 4 ആണ്. Off ആണ് കേട്ടോ. Next, John traveled By train. By train. Okay. I was born In 1986. Since അല്ലേ? I was born. നമ്മുടെ സീൻസ് എങ്ങനെ വന്നു എന്ന് പറയൂ കേട്ടോ അവിടെ. അല്ലല്ല, എഗോ ആണല്ലേ? അപ്പൊ I was born in 1986. I was born in. Okay. Next, I have been a journalist Since 2 years. 4 അവിടെ എന്താ വരാ? Echo. have been journalist. ആയിരുന്നല്ലേ? 4 ആണോ? ആവണം എന്നാണോ? I have been a journalist. ആയിരുന്നു 4. 4 ആണ്. I have been journalist for 2 years. ഞാൻ ജേർണലിസ്റ്റ് 2 വർഷമായിട്ട് ജേർണലിസ്റ്റ് ആണ്. അറിയുന്നതല്ല, ഞാൻ 2 വർഷം മുതൽ ജേർണലിസ്റ്റ് ആണ്. I've been a journalist for 2 years. 4 ആണ്. Next, She left university 3 she years left university 3 years ago. Ego. വർഷം മുൻപ് ലെഫ്റ്റ് ആയി പോയില്ലല്ലോ. ആരാണ് ക്ലാസ്സിലാണോ സംസാരിക്കുന്നേ? ഷിംനയാണോ? ഷിംന ക്ലാസ്സിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് സംസാരിക്കട്ടോ. ഞാൻ ക്ലാസ്സിലാണ് സംസാരിക്കുന്നത്. ഇവിടെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. സോറി. ഞാന് ഇതാ ആൻസറാ പറഞ്ഞത്. ഷീ ലെഫ്റ്റ് യൂണിവേഴ്സിറ്റി 3 years ago. 3 വർഷം മുൻപ് ലെഫ്റ്റ് ആയി പോയി എന്നല്ലേ? അതെ, മുൻപാണ്. ഏകോ കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഹീസ് ലിവ്ഡ് അബ്രോഡ് ഡാഷ് 1998. Since. Since 1998. In he's lived abroad in 1998. എന്നാണോ? Abroad in 1998. എബ്രോഡ് He's lived abroad. എന്നാണോ? സീൻസ് അല്ലേ? 1998 മുതൽ ആണല്ലേ? Next, is your brother just At home. At home. at home? Okay, there's no that. At home. No one can live dash one. Without water. വിത്തൗട്ട് വാട്ടർ. Yeah, without water. She has been absent dash Wednesday. Absent on Wednesday. ഓൺ വെനസ്ഡേ. Wednesday തന്നെ. എന്താണ്? On Wednesday. Means എന്തായിരിക്കും? On ആണ് മാം.
മീനിങ് എന്താണ്? ഡേറ്റ് ഒരു ഡേ വന്നത് കൊണ്ട് ഓണെന്ന് പറയണ്ട. അവിടെ മീനിങ് എന്തായിരിക്കും? she has been absent Wednesday വെനസ്ഡേ മുതൽ അവൾ ആബ്സെന്റ് ആണ്. from വെനസ്ഡേ മുതൽ എന്നാണ് സിൻസ് വെനസ്ഡേ. ഓക്കെ, പ്രപ്പോസിഷൻ അറിയാന്ന് പറഞ്ഞത് മാത്രമായില്ല. ഒരു സെന്റൻസ് തരുമ്പോ അതിന്റെ മീനിങ് കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. എന്നാൽ മാത്രമേ കറക്റ്റ് വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ സിൻസ് ആണ്. ഷി ഹാസ് ബീൻ ആബ്സെന്റ് സിൻസ് വെനസ്ഡേ. വെനസ്ഡേ മുതൽ ആബ്സെന്റ് ആണ് എന്നൊരു മീനിങ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് the mountains were covered dash with snow. Bye. Next, the snake was killed dash By Bye. By someone. by someone. Next, the Chennai Express starts dash from Coimbatore. from From. okay, from എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നുന്നു? കുഴപ്പമുണ്ടായോ? എവിടേക്കോ ഇതിലേക്കോ തകരാറ് പോലെ. ഇടയ്ക്കൊരു കൺഫ്യൂഷൻ ആണ് ഈ സിൻസ് വരുമ്പോ. സെൻസ് വരപ്പെടാവുന്നത് സിൻസും ഫോറും കൂടിയിട്ട് കൺസിസ്റ്റ് വരുമ്പോൾ ഇതോ എഗോ 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 ഡൗട്ട് ഉണ്ടോ? എഗോ വേണം. എഗോ ഞാൻ പറഞ്ഞുതരാം. 11th ക്ലാസ്സിൽ എഗോ പറയാം. ദെൻ ഓഫ് വേണ്ടേ? ഓഫ് വേണോ? ഓഫ് ആൻഡ് ടു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണോ? പറയൂ. യെസ് വേണം. ഓഫ് ടു എഗോ ദെൻ നോട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു തരുമോ? എന്തോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ നോട്ട് നിങ്ങൾക്ക് വേണോ? ക്ലാസ്സിൽ വേണോ? വേണം. വേണം. അപ്ലോഡ് ചെയ്യാം. ഓഫ് ടു എഗോ ഓക്കെ ആണോ? അത്രയും മതി. പിന്നെ ബിറ്റ്വീൻ ഒക്കെ നിങ്ങൾ പഠിച്ചു. വേറെ ഒരെണ്ണം എമംഗ് അറിയാം നിങ്ങൾക്ക്? എമംഗും ബിറ്റ്വീനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എമംഗ് എന്ന് പറയുന്നത് പറയൂ. ആരാ പറഞ്ഞേ? കൂടാണ്. ഒരു കൂട്ടത്തിലാവുമ്പോഴല്ലേ ബിറ്റ്വീൻ രണ്ടെണ്ണത്തിനിടയിൽ. അതെ, ബിസൈഡ് എന്ന് പറയുമ്പോ രണ്ടോ കുറച്ച് പേരുടെയും ഇടയിൽ എന്നാണ്. പക്ഷെ എമംഗ് എന്ന് പറഞ്ഞ ഒരു കൂട്ടമാണ്. കൂട്ടം ആളുകൾക്കിടയിൽ എന്ന് പറയുന്നത് എമംഗ് എന്ന് പറഞ്ഞു. ഇപ്പോ ഐ സോ എ ബേർഡ് എമംഗ് ദ ലീഫ് എന്ന് പറഞ്ഞാല് ഇലകൾക്കിടയിൽ ഞാൻ ഒരു ബേർഡിനെ കണ്ടു. അപ്പൊ ഇലകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇലകളുണ്ട് അല്ലെ? അപ്പൊ ഇലകൾക്കിടയിൽ ഞാനൊരു ബേർഡിനെ കണ്ടു എന്ന് പറയുമ്പോ അവിടെ എമംഗ് ആണ് യൂസ് ചെയ്യുക. അല്ലാണ്ട് ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ടോ മെയിൻ ആയിട്ട് രണ്ട്, അത്രയേ ഉള്ളൂ. രണ്ട് വസ്തുക്കൾക്കിടയിലാണ് ബിറ്റ്വീൻ നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ എമംഗ് അങ്ങനെയല്ല, കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് എഴുതിയെടുക്കുന്നുണ്ടോ? എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ. എമംഗ് എന്ന് ഹെഡിങ് കൊടുക്കാം. കൂട്ടത്തിനിടയിൽ എന്ന് എഴുതാം. മലയാളം കൂട്ടത്തിനിടയിൽ. ബിറ്റ്വീൻ ആകുമ്പോൾ രണ്ട് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്നൊരു മീനിങ് ആണ് ബിറ്റ്വീൻ വരാം.
Example വേണമെങ്കിൽ എഴുതിക്കോളൂ. I saw a bird among the leaves എന്ന് എഴുതാം. Leaf അല്ല കേട്ടോ, leaves ആണ്. Leaves. 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 അതുപോലെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടില്ലേ, ചൂസ് വൺ ഫ്രം എമംഗ് ദീസ്. ചൂസ് വൺ ഫ്രം എമംഗ് ദീസ്. ഇതിനിടയിൽ ഇതിനിടയിൽ ഒരെണ്ണത്തിന് ചൂസ് ചെയ്യാം എന്നാണ്. അപ്പൊ പറയുമ്പോൾ ഇതിനിടയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ടാകും എന്നാണ് അവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിന് രണ്ടിനും ഇടയിലാണെങ്കിലോ ചൂസ് വൺ ഫ്രം ബിറ്റ്വീൻ ദിസ് എന്ന് പറഞ്ഞാല് ഇത് രണ്ടിനും ഇടയിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാനാണ്. പക്ഷെ ചൂസ് വൺ ഫ്രം എമംഗ് ദീസ് ഇതിനൊക്കെ ഇതിനൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ ഇടയിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നാണ് അവിടെ പറയുന്നത്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ട് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്നാണെങ്കിൽ എമംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിനിടയിലാണ്. ഒരുപാട് ആളുകൾക്കിടയിൽ, ഒരുപാട് വസ്തുക്കൾക്കിടയിൽ. അപ്പൊ ഒരുപാട്, ഒരു കൂട്ടം എന്നൊരു മീനിങ്ങിലാണ് അവിടെ എമംഗ് എന്ന് പറയുന്നത്, പ്രൊപ്പോസിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ എമംഗിന്റെ എക്സാമ്പിൾ തരാൻ എഴുതിയോ? Once more. Once more. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. നോക്കി എഴുതിക്കോളൂ. ഓക്കെ, There were ducks among the. എന്തോ There were Ducks among the. സോറി, geese ആണ്. Geese. അപ്പൊ ഇങ്ങനെയാണ് എമംഗും ബിറ്റ്വീനും തമ്മിലുള്ള വ്യത്യാസം. ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ബോയ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ബോയ്സിനിടയിൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ആം സ്റ്റാൻഡിങ് എമംഗ് ദി ക്രൗഡ് എന്നാണെങ്കിൽ ആളുകൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു മീനിങ് വരും. ക്ലിയർ അല്ലേ? There were ducks among the geese. Meaning ആണ്. ഏതാണ്? There were ducks among the. അതെന്തായിരിക്കും മീനിങ്? എന്തായിരിക്കും ഒന്ന് നോക്കി. There were ducks among the geese. എന്തായിരിക്കും മീനിങ് വരാ? ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. എന്തായിരിക്കും വരാ? Geese താറാവ് കൂട്ടം, താറാവിന്റെ കുഞ്ഞിന്റെ കൂടെ. താറാവ് കൂട്ടത്തിനിടയില് കുറച്ച് അല്ല അരയലകൾക്കിടയില് താറാവുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയും. There were ducks among the geese. കേട്ടോ. അപ്പോ ഇന്നത്തെ പ്രൊപ്പോസിഷൻ എല്ലാം ആണല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ദെൻ അടുത്തത് 2 of ago.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പ്രപ്പോസിഷൻ നോക്കാം. പിന്നെ വേറെയും കുറച്ച് പ്രപ്പോസിഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടെ കവർ അപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ പ്ലൂറൽ നൗണും സിംഗുലർ നൗണൊക്കെ അറിയാലോ? പ്രത്യേകിച്ച് എടുക്കണോ? അറിയാലോ? ആണോ? കുറച്ചറിയാം. കുറച്ചൊക്കെ അറിയാം. ഓക്കെ. ഞാനൊരു നോട്ട് ജസ്റ്റ് ഒരു നോട്ട് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് അല്ലേ? ഗേൾ, ഗേൾസ്, സ്റ്റുഡൻസ്, സ്റ്റുഡൻസ്, അതുപോലെ ബസ്, ബസ്സസ് അല്ലെ? അറിയാവുന്ന വേർഡ് ഒക്കെ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ കാര്യം ചെയ്യാം. ഈ 2 നോട്ടും ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങളത് നോക്കാം. പ്ലൂറൽ നൗണിന്റെ നോട്ട്സ് ഒന്ന് നോക്കാം. അഥവാ ഈ മനസ്സിലായിട്ടില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. പ്രപ്പോസിഷന്റെ നോട്ടും ഈ പ്ലൂറൽ നൗണിന്റെ നോട്ടും രണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ. അപ്പൊ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ഇംഗ്ലീഷ് ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും എന്ത് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ട് എന്നോട് തന്നെ പറയാം. എന്റെ ക്ലാസ്സിൽ ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ്സിനെ സംബന്ധിച്ച് വേറെ ഒന്നും എനിക്കറിയില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡിയോട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരുപാട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആ ടീച്ചറോട് തന്നെ നിങ്ങൾ നേരിട്ട് പറയാൻ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ ആണല്ലോ? ഓക്കെയാണ് മാഡം. ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്, പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കുറച്ചൊക്കെ റെസ്പോൺസ് വന്ന തുടങ്ങി. നിങ്ങൾ ബാക്കി എല്ലാ ക്ലാസ്സിലും നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നവരാണോ? അല്ലെ ഈ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ? അപ്പൊ ഞങ്ങള് സംസാരിക്കില്ല മിസ്, ഞങ്ങൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അവർക്ക് സംസാരിക്കാൻ പാടില്ല, അത് അവരുടെ റൂളാണ്. അങ്ങനെയല്ല കേട്ടോ. അത് കുറെ തിയററ്റിക്കൽ ക്ലാസ്സസ് അല്ലേ, അപ്പൊ ആ രീതിയിൽ പോണം. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് എല്ലാം കൊണ്ട് ഒരു ടഫ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. അത് മാത്രമല്ല എക്സാം ഇല്ല, ഇംഗ്ലീഷിൽ എക്സാം ഇല്ല. സന്തോഷിക്കൂ. ഓക്കെ. ഒരു സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഒന്ന് സംസാരിക്കുക. അതായത് ബാക്കി എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ടെൻഷൻ അടിച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിൽ വരുമ്പോ കൂൾ ആകാം, ഒന്ന് റിലാക്സ് ആകാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, റെഡി? ഇന്നത്തെ ക്ലാസ് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. താങ്ക് യു. പറഞ്ഞു വിടാണ് കുട്ടിയോട് മിസ്റ്റേക്ക് കഴിഞ്ഞല്ലോ, പൊക്കിയോ നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു all. See you on the next class. Okay, bye.